ഹായ് കൂട്ടുകാരെ, നമ്മുടെ പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ഇംഗ്ലീഷ് വാചകമാണ് ഈവൻ ദൗ. ഇതിന്റെ മലയാളം അർത്ഥവും അത് എങ്ങനെ വാചകങ്ങളിൽ ഉപയോഗിക്കാമെന്നും നമുക്ക് നോക്കാം. ഈവൻ ദൗ എന്നതിന്റെ പ്രധാന മലയാളം അർത്ഥങ്ങൾ ഇവയാണ്: എങ്കിലും, ഇരുന്നാലും, യാതൊരു വിധേയമായാലും. ഇവയിൽ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്നത് എങ്കിലും എന്നതാണ്. ചില സന്ദർഭങ്ങളിൽ ക്രിയയുടെ രൂപത്തിനനുസരിച്ച് കാണുമ്പോഴും അല്ലെങ്കിൽ ഇരുന്നിട്ടും എന്നും വരാം. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. Even though he was tired, he finished the work. അവൻ ക്ഷീണിതനായിരുന്നിട്ടും അവൻ ജോലി പൂർത്തിയാക്കി. Even though she studied hard, she didn't pass the exam. അവൾ കഠിനമായി പഠിച്ചിട്ടും പരീക്ഷ പാസ്സായില്ല. Even though they invited him, he didn't come. അവർ അവനെ ക്ഷണിച്ചിരുന്നിട്ടും അവൻ വന്നില്ല. Even though I like sweets, I don't eat them often. എനിക്ക് മിഠായികൾ ഇഷ്ടമാണെങ്കിലും ഞാൻ അവ അടിക്കടി കഴിക്കാറില്ല. Even though it was late, we decided to go out. വൈകിയിരുന്നിട്ടും ഞങ്ങൾ പുറത്തു പോകാൻ തീരുമാനിച്ചു. ഈ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് even though എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാൻ സഹായിച്ചെന്ന് കരുതുന്നു. കൂടുതൽ വാചകങ്ങൾ ഉണ്ടാക്കി പരിശീലിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം.